അടുത്തതായിട്ട് ഹോൾ ബേസിസ് സിസ്റ്റം. ലിമിറ്റുകളുടെയും ഫിറ്റുകളുടെയും ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ ഡിഫറൻ്റ് തരത്തിലുള്ള ഫിറ്റുകൾ കിട്ടുന്നതിന് ഹോളിൻ്റെ സൈസിനെ കോൺസ്റ്റൻ്റായി നിലനിർത്തി ഷാഫ്റ്റിൻ്റെ സൈസിന് വ്യതിയാനം വരുത്തുന്ന ഇത് ഹോൾ ബേസിസ് സിസ്റ്റം എന്നറിയപ്പെടുന്നു. ഹോൾ ബേസിസ് സിസ്റ്റം സ്വീകരിക്കുമ്പോൾ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ സിമ്പൽ ക്യാപിറ്റൽ H ഹോളിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ഇത് എന്തുകൊണ്ടെന്നാൽ ഹോൾ Hൻ്റെ ലോവർ ഡീവിയേഷൻ 0 ആണ്. ഇത് ബേസിക് ഹോൾ എന്നറിയപ്പെടുന്നു. ചിത്രം 13 നോക്കുക. അടുത്തത് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. ലിമിറ്റുകളുടെയും ഫിറ്റുകളുടെയും ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ ഡിഫറൻ്റ് തരത്തിലുള്ള ഫിറ്റുകൾ കിട്ടുന്നതിന് ഷാഫ്റ്റിൻ്റെ സൈസിനെ കോൺസ്റ്റൻ്റായി നിലനിർത്തി ഹോളിൻ്റെ സൈസിന് വ്യതിയാനം വരുത്തുന്ന ഇത് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്നറിയപ്പെടുന്നു. ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം സ്വീകരിക്കുമ്പോൾ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ സിമ്പൽ സ്മോൾ h ഷാഫ്റ്റിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ഇത് എന്തുകൊണ്ടെന്നാൽ ഷാഫ്റ്റ് Hൻ്റെ അപ്പർ ഡീവിയേഷൻ 0 ആണ്. ഇത് ബേസിക് ഷാഫ്റ്റ് എന്നറിയപ്പെടുന്നു. കൂടുതലായിട്ട് ഹോൾ ബേസിസ് സിസ്റ്റമാണ് സ്വീകരിക്കുന്നത്. ഇത് എന്തുകൊണ്ടെന്നാൽ ഫിറ്റിൻ്റെ തരത്തിനെ ആശ്രയിച്ച് ഷാഫ്റ്റിൻ്റെ സൈസ് എക്സ്റ്റേണൽ ആയതിനാൽ അതിൻ്റെ സൈസ് എല്ലായ്പ്പോഴും മാറ്റാൻ എളുപ്പമാണ്. പക്ഷേ ഒരു ഹോളിൻ്റെ സൈസിൽ ചെറിയ മാറ്റം പോലും വരുത്താൻ പ്രയാസമാണ്. കൂടാതെ ഹോൾ സ്റ്റാൻഡേർഡ് ടൂളുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്നു. ഫിറ്റുകളുടെ 3 തരങ്ങൾ ഹോൾ ബേസിസിനും ഷാഫ്റ്റ് ബേസിസിനും വിധേയമായിട്ടുള്ളത് ചിത്രം 15 വിശദമാക്കുന്നു. അടുത്തത് ദ BIS സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് റീഡിംഗ് ദ സ്റ്റാൻഡേർഡ് ചാർട്ട്. സ്റ്റാൻഡേർഡ് ചാർട്ടിൽ 500 mm വരെയുള്ള സൈസുകൾ ഹോളുകൾക്ക് വേണ്ടിയും ഷാഫ്റ്റുകൾക്ക് വേണ്ടിയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് അപ്പറും ലോവറും ഡീവിയേഷനുകൾക്ക് വേണ്ടി ഒരു നിശ്ചിത റേഞ്ചിലുള്ള സൈസുകളുടെ 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷനുകൾക്കും 18 ഫണ്ടമെൻ്റൽ ടോളറൻസുകൾക്കും വേണ്ട എല്ലാ കോമ്പിനേഷനുകളെയും സ്പെസിഫൈ ചെയ്യുന്നു. ഹോളിൻ്റെ അപ്പർ ഡീവിയേഷനെ ക്യാപിറ്റൽ ലെറ്ററുകൾ ES എന്നും ഹോളിൻ്റെ ലോവർ ഡീവിയേഷനെ ക്യാപിറ്റൽ ലെറ്ററുകൾ EI എന്നും സൂചിപ്പിക്കുന്നു. ഷാഫ്റ്റിൻ്റെ അപ്പർ ഡീവിയേഷനെ സ്മോൾ ലെറ്ററുകൾ ES എന്നും ഷാഫ്റ്റിൻ്റെ ലോവർ ഡീവിയേഷനെ സ്മോൾ ലെറ്ററുകൾ EI എന്നും സൂചിപ്പിക്കുന്നു. ES എന്നത് എക്കാർട്ട് സുപ്പീരിയറും EI എന്നത് എക്കാർട്ട് ഇൻഫീരിയറും ആണ്. അടുത്തത് ഡിറ്റർമൈനിങ് ദ ലിമിറ്റ്സ് ഫ്രം ദി ചാർട്ട്. ഇത് ഒരു ഇൻറ്റേർണൽ മെഷർമെൻറ്റോ അതോ ഒരു എക്സ്റ്റേണൽ മെഷർമെൻറ്റോ എന്ന് നോക്കുക. ബേസിക് സൈസ് നോക്കുക. ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ്റെയും ഗ്രേഡ് ഓഫ് ടോളറൻസിൻ്റെയും കോമ്പിനേഷൻ നോക്കുക. ചാർട്ട് പരിശോധിച്ച് അപ്പറും ലോവറും ഡീവിയേഷനുകൾ സൈനോട് കൂടിയുള്ളത് മൈക്രോണിൽ തന്നത് നോക്കുക. അനുയോജ്യമായത് ബേസിക് സൈസിനോട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്ത് കമ്പോണൻറ്റുകളുടെ ലിമിറ്റ് സൈസുകൾ കണ്ടുപിടിക്കുക. എക്സാമ്പിൾ 30H7 ചിത്രം 1 നോക്കുക. ഇതൊരു ഇൻറ്റേർണൽ മെഷർമെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഹോളുകൾക്ക് വേണ്ടിയുള്ള ചാർട്ട് പരിശോധിക്കുന്നു. ബേസിക് സൈസ് 30 mm ആണ്. അതുകൊണ്ട് 30നും 40നും ഇടയ്ക്ക് റേഞ്ച് നോക്കുക. 30 mm ബേസിക് സൈസിനായി H7 കോമ്പിനേഷൻ മൈക്രോൺ വാല്യൂവിൽ ESനും EIക്കും വേണ്ടി നോക്കുക. ഇത് തന്നിരിക്കുന്നത് +25, 0 എന്നിവയാണ്. അതുകൊണ്ട് ഹോളിൻ്റെ മാക്സിമം ലിമിറ്റ് 30 + 0.025 = 30.025 mm. ഹോളിൻ്റെ മിനിമം ലിമിറ്റ് 30 + 0.000 = 30.000 mm. ഇതുപോലെ ചാർട്ട് നോക്കി 40 G6ൻ്റെ വാല്യൂകൾ കണ്ടുപിടിക്കുക. Hole basis system. In this video we are going to see about hole basis system. The different types of pits are obtained by associating shafts of varying limit dimensions with a single hole whose lower deviation is 0. Consider a basic hole. Clearance shaft. Clearance fit. Basic size. Clearance 0 line.
tolerance zone of hole, tolerance zone of shaft. When the lower deviation of the hole is 0, the minimum limit of the hole will be equal to its basic size, which is taken as the base for computing all the other limit dimensions. The limit dimensions on the hole and the shaft are computed by selecting suitable clearances and tolerances on the shaft and the hole. Interference fit, basic size, interference fit. Basic size, 0 line. Interference or negative clearance, tolerance zone of shaft, tolerance zone of hole. Forces required to insert the shaft. Shaft basis system. In this video, we are going to see about shaft basis system. In this system, the different types of fits are obtained by associating holes of varying limit dimensions with a single shaft whose upper deviation is 0. Consider a clearance hole. Basic shaft, clearance fit. Basic size, clearance, 0 line, tolerance zone of hole, tolerance zone of shaft. When the upper deviation of the shaft is 0, the maximum limit of the shaft will be equal to its basic size, which is taken as the base for computing all other limit dimensions. The limit dimensions on the hole and the shaft are computed by selecting suitable clearances and tolerances on the shaft and the hole. Interference fit, interference hole, basic shaft, forces required to insert the shaft, basic size, 0 line, interference or negative clearance, tolerance zone of shaft, tolerance zone of hole. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക. താങ്ക് യു.